എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പു എന്തി? അവൻ പണിക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയാ കൊണ്ടെന്നറിയാവോ? ഈ പക്കാവടയുണ്ട്, മാമ്പഴമുണ്ട്, ഇതേ ഇലയപ്പം, അച്ഛന് ഇഷ്ടപ്പെട്ട ഇലയപ്പം കഴിച്ചു നോക്കി. നീ എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങി കാശ് കളഞ്ഞേ? നീ എന്നെ കാണാൻ വന്നല്ലോ, അത് മതി. അതൊന്നും സാരമില്ല അച്ഛാ, അച്ഛനതും കഴിച്ച് മതി മോളെ. ഇത് അപ്പൂനെ വെച്ചേക്ക. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ കമ്പനി പൊളിഞ്ഞു. 20 ലക്ഷം രൂപ ബാധ്യതയിലാണ്. ഈ വീടും പുരയിടവും എൻ്റെ പേരിൽ എഴുത്തരുവാണെങ്കിൽ ആ കട അങ്ങ് വീട്ടായിരുന്നു. ഇത് വിറ്റാൽ അപ്പു എവിടെ പോകും? വിറ്റാലെന്താ? ഒന്നുമില്ല, ഞാൻ എൻ്റെ അച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പു ഒറ്റത്തടിയല്ലേ, അവൻ അവന്റെ കാര്യം നോക്കിക്കോളും. എനിക്ക് 2 മക്കളാ. അവനാ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പുവിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനിതെല്ലാം ഒപ്പിട്ടേ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഒപ്പിട്ടാൽ നീ എന്നെ അപ്പുവിനെയും ചവിട്ടി പുറത്താക്കില്ലേ? എന്ത് വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അച്ഛനെതിരെ ഒപ്പിട്. പറഞ്ഞത് കേട്ടില്ലേ? ഇട്ടില്ലെങ്കിൽ ഞാൻ ഒപ്പിടിയിക്കും. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. ഒപ്പിട്ടെ അച്ഛാ, മര്യാദ ഒപ്പിട്ടെ. അച്ഛ ഒപ്പിടാനാ പറഞ്ഞ കേട്ടു. ഇല്ല, ഞാനിടില്ല. അറിയാലോ. നീ എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. ഇല്ല ഇല്ല, ഞാനിടില്ല. ഇല്ല, കൊന്നാലും ഞാൻ ഇടില്ല. ഞാൻ കുളിച്ചു മുടുന്ന ഞാൻ കുളിച്ചു പറഞ്ഞത്. എന്നൊന്നും ചെയ്യില്ല, എന്നൊന്നും ചെയ്യില്ല. മോളെ മോളെ നീ എന്തായി ചെയ്തു വരുന്നത്? അപ്പോ എന്നെ അവസാനമായിട്ട് ഞാൻ പറയുവാ, തന്തയാ ഞാൻ നോക്കൂല, കൊന്നുകളയും. ഞാൻ കൊന്നുകളയും. ഒപ്പിടാനാ പറഞ്ഞ. മര്യാദ